ജി സാറ് എന്താ വരാൻ പറഞ്ഞിരുന്നു. നിരുപമ രാജീവ്. അവിടെ വെയിറ്റ് ചെയ്യ്. മറ്റന്നാൾ എന്തൊക്കെയാണ് നിരുപമയുടെ പ്രോഗ്രാംസ്? വർക്കിംഗ് ഡേ ആണ്. ഓഫീസിൽ പോണം. അതല്ലാതെ അതല്ലാതെ ഒന്നുമില്ല. മറ്റന്നാള് ഓഫീസിൽ പോകണ്ട. ഡോൺ വറി, ലീവാകാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ലക്ഷ്മി മകളല്ലേ? അതെ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് ഒരു ഇന്ററാക്റ്റീവ് സെഷനിനിടയിൽ ലക്ഷ്മി ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ആൾക്ക് ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു. അന്വേഷിച്ചപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് അമ്മയാണെന്ന് അവൾ പറഞ്ഞു. ചോദ്യകർത്താവുമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. I am talking about the Honorable President of India. നിരുപമയെ കാണണമെന്ന് രാഷ്ട്രപതി നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. മറ്റന്നാൾ 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ദ പ്രസിഡന്റ് അറ്റ് ദ ടാച്ച്. അതിനുശേഷം 12 മണിക്കുള്ള ഫ്ലൈറ്റിൽ പ്രസിഡന്റ് ഡൽഹിക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാം. നാളെ ഏകദേശം 6 മണിക്ക് ഒഫീഷ്യൽ വെഹിക്കിൾ നിങ്ങളുടെ വീട്ടിലെത്തും. യു വിൽ ബി ടേക്കൻ ടു ടാച്ച്. നാളെ അവിടെയായിരിക്കും നിരുപമയുടെ താമസം ഫോർ ഒഫീഷ്യൽ റീസൺസ്. സാർ, ആ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. രാഷ്ട്രപതിയുടെ മനസ്സിലുള്ളത് അദ്ദേഹത്തിനല്ലേ നിരുപമയെ അറിയാൻ പറ്റൂ. എനിവേ, ബി റെഡി അറ്റ് 6 o'clock. നാളെ 5 മണിക്ക് വെസ്റ്റ് ട്രാഫിക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ SI സാറ്. ഒരു ആക്സിഡന്റ് കേസ്. ആ കേസ് കംപ്ലീറ്റ്ലി സെറ്റിൽഡാണ്. ഇറ്റ് ഹാസ് ബീൻ ടേക്കൻ കെയർ ഓഫ്. അതിനി മറന്നേക്ക്. ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എവിടുന്നെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നൊരു മൂവ് ഉണ്ടായാൽ ഞങ്ങളെ അറിയിക്കണം. യു ആർ അണ്ടർ അവർ പ്രൊട്ടക്ഷൻ ബിക്കോസ് ഫ്രം ദിസ് മൂമെന്റ് യു ആർ ദ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കേട്ടത് തെറ്റിട്ടില്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലല്ലോ. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണമെന്ന് IG വിളിപ്പിച്ചിട്ടില്ല പറയുന്നത്. ഇവരൊക്കെയാണ് പറയാതെ. അപ്പോ നിരുപമ ലക്ഷ്മിയോൾക്ക് ചോദ്യം പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ലെന്നാണോ? അവളുടെ സ്കൂളിൽ പ്രസിഡന്റ് വരുന്നുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഞാൻ എന്ത് ചോദ്യം പറഞ്ഞു കൊടുക്കാനാ അങ്കളെ? അല്ല, വല്ല കുസൃതി ചോദ്യമോ കടങ്കഥയോ അങ്ങനെ എന്തെങ്കിലും? ഇന്ത്യൻ പ്രസിഡന്റിനോട് അല്ലേ? ആ ചോദ്യം എന്താണെന്ന് പത്രക്കാരോടൊന്നും തൽക്കാലം പറയണ്ടെന്ന് IG പറഞ്ഞിരിക്കുന്നത്. അതറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ സാറേന്ന് എങ്ങനെയാ ചോദിക്കുക? ഏതായാലും ലച്ചു ഇപ്പൊ വരുമല്ലോ. ഇനി ആ ശിവൻകുട്ടി പ്രസിഡന്റിനെ പിടിച്ച് നമ്മളോട് പ്രതികാരം ചെയ്യാൻ. ഇതാ രാഷ്ട്രപതി ഭവൻ. ഇവിടെയാ പ്രസിഡന്റ് താമസിക്കുന്നത്. ഈശ്വര, ഇത്രയും വലിയ വീട് വെക്കണൊക്കെ എന്തായിരിക്കും അങ്ങനെ ശമ്പളം? ഡൽഹിയിൽ എക്സ്കർഷന് പോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ടമ്മേ, ദൂരേന്ന്. അകത്തൊന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവര് സമ്മതിച്ചില്ല. ഡൽഹിയിലൊക്കെ അടിച്ചു വരാൻ ആളെ കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ലല്ലേ? ഒരു ചായ ഇട്ട് തരൂ പ്ലീസ്. ആ, നാളെ വൈകുന്നേരം അല്ലേ പോകേണ്ടത്? ആര് പോകുന്നു? ഞാനോ? ഉവ്വ, പ്രസിഡന്റ് ഒറ്റയ്ക്കിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ. താൻ എന്തു മണ്ടത്തരായി പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാ തന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. റെസ്പെക്ട് ദാറ്റ്. ഞാനും അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. ചെന്നില്ലെങ്കിൽ കൊണ്ടില്ലാൻ ചിലപ്പോ അവര് കരിമ്പൂച്ചകളായിരിക്കും. തോമസേ, തന്നെ ഞാൻ ചായ ഇടാൻ പറഞ്ഞു വിടണോ? പ്രസിഡന്റിനോട് മോൾ എന്താ ചോദിച്ചത്? അതിന്റെ പേരിൽ പ്രസിഡന്റ് എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. പറ.
കുടുങ്ങുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കുടുങ്ങും. വാശി കാണിക്കാതെ നീ ചോദിച്ചത് എന്താണെന്ന് പറ. ഇതൊന്ന് പറഞ്ഞു തന്നിട്ട് നീ എന്നോട് പിന്നെ മിണ്ടുകയേ വേണ്ട. ഞാനൊന്നും ചോദിക്കുകയുമില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുമില്ല, ആരോടും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല എന്ന്. അപ്പൊ അവർ നിന്നെ വിളിക്കുമല്ലോ. വിളിക്കട്ടെ. അമ്മയടുത്തുനിന്ന് എനിക്കാ ക്വസ്റ്റ്യൻ കിട്ടിയത്. അതെവിടെയും പ്രൂവ് ചെയ്യാൻ ഞാൻ റെഡിയാ. ലച്ചു, പ്രസിഡന്റിനോട് പറഞ്ഞ നിന്റെ അയർലൻഡിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഒന്ന് പറയടാ. ഇനിയേ യൂണിഫോം തേക്കാനായിട്ടേ അമ്മ കുമ്മാന്ന് പറഞ്ഞങ്ങ് വന്നേക്കട്ടാ. ഈ പ്രസിഡന്റിനോട് ചോദിക്കാൻ ഞാനൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് തന്നിരുന്നല്ലോ. ദ റോൾ ഓഫ് റേഡിയോ ഇൻ ബിൽഡിംഗ് അവർ നേഷൻ, അത് ചോദിച്ചില്ലേ? ആ ക്വസ്റ്റ്യൻ സ്കൂളിൽ നിന്ന് തന്നെ റിജക്ട് ചെയ്തു. ഓ,